സുഹൃത വഴിയെ കർമ്മലീത്ത വിശുദ്ധരുടെ ജീവിതത്തിലൂടെ ഒരു യാത്ര. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ഈശോ മിശിഹായിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുരിശിനെ പ്രണയിച്ച, കുരിശിനെ പുൽകുവാൻ ആഗ്രഹിച്ച ഒരു വിശുദ്ധയുടെ ജീവിതം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുക. 891 ഒക്ടോബർ 12 ബർസലവ് എന്ന സ്ഥലത്ത് സെയ്ഗ്ഫ്രൈഡ് സ്റ്റെയിൻ്റെയും അഗസ്റ്റസ് സ്റ്റെയിൻ്റെയും മകളായി 11ാമത്തെ കുഞ്ഞായി വിശുദ്ധ എഡിസ്റ്റൈൻ പൂജാതയായി. ജൂതമതത്തിൽ പിറന്ന അവൾ ജൂതമതത്തിൻ്റെ എല്ലാ അടിസ്ഥാന തത്വങ്ങളും ചട്ടങ്ങളും പഠിച്ചു തന്നെയാണ് അവൾ വളർന്നത്. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു കറുത്ത അധ്യായം തുടങ്ങിയത് അവൾക്ക് 2 വയസ്സുള്ളപ്പോഴാണ്. അവളുടെ പിതാവ് മരിക്കുകയുണ്ടായി. ഒരു കുടുംബത്തിൻ്റെ മൊത്തവും വേദനയും ഭാരവും താങ്ങുവാൻ അവൾക്കൊപ്പമുണ്ടായിരുന്നത് അവളുടെ സ്നേഹം നിറഞ്ഞ അമ്മയും ബാക്കി സഹോദരങ്ങളുമായിരുന്നു. അമ്മ പഠിപ്പിച്ചു കൊടുത്ത മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് അവൾ വളർന്നു വന്നത്. പക്ഷേ 14 വയസ്സിൽ അവൾ എത്തിച്ചേർന്നപ്പോഴേക്കും അവളുടെ വിശ്വാസം എങ്ങോ മറഞ്ഞുപോയി. ജീവിതത്തിൽ അവൾ കണ്ട കാര്യങ്ങളും പല മതങ്ങളെക്കുറിച്ച് അവൾ കേട്ടതും, എന്നാൽ ദൈവം ഇല്ല എന്നൊരു ചിന്തയിലേക്ക് അവളുടെ മനസ്സ് പതുക്കെ നീങ്ങുകയായി. അങ്ങനെ തീർത്തും ഒരു എഥൈസ്റ്റായി, നിരീശ്വരവാദിയായി അവൾ മാറുകയായിരുന്നു. തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ തീർത്തതിനു ശേഷം 1911 ബെർസലോവിലെ യൂണിവേഴ്സിറ്റിയിൽ അവൾ പഠനത്തിനായി പോയിക്കുകയുണ്ടായി. ആ നിമിഷങ്ങളിൽ അവളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഫെമിനിസ ചിന്താഗതികളാണ്. ബെർസലോവ് യൂണിവേഴ്സിറ്റിയിൽ അവൾ ജർമ്മൻ ലാംഗ്വേജും ഹിസ്റ്ററിയും പഠിച്ചു. പക്ഷേ തൻ്റെ മനസ്സ് ഈ വിഷയങ്ങളിലൊന്നുമല്ല, മറിച്ച് അതിനപ്പുറത്തേക്കുള്ള എന്തോ ഒന്നിലേക്കാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ 1913 ഗറ്റിംഗൻ യൂണിവേഴ്സിറ്റിയിൽ ഹെഡ്മൻ ഹുസറൽ എന്ന ലോകപ്രശസ്തനായ തത്വശാസ്ത്രജ്ഞൻ്റെ കീഴിൽ അവൾ ഫിലോസഫി, തത്വശാസ്ത്രം പഠിക്കുന്നതിനായി പ്രവേശിച്ചു. തത്വശാസ്ത്രത്തിലെ ഫെനമെനോളജി എന്ന വലിയ ശാഖ അവൾ ഗ്രഹിക്കുന്നതിന് ഇടയാക്കി. അതിൻ്റെ നിത്യസാധ്യതകളെക്കുറിച്ച് കൂടുതൽ പഠിച്ച അവൾ പിന്നീട് ഹെഡ്മൻ ഹുസറലിൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുവാനും സാധിക്കുകയുണ്ടായി. ഫെനമെനോളജിയെക്കുറിച്ചുള്ള തൻ്റെ ദീർഘമായ തീഷ്ണതയും ആഗ്രഹവും അതിനെക്കുറിച്ച് പഠിക്കുവാനും അതിനെ ആഴത്തിൽ ഗ്രഹിച്ചുകൊണ്ട് അതിലെ പഠനങ്ങൾ അവളുടെ നിഗമനങ്ങളായി എത്തുകയും ചെയ്തു. അതിൻ്റെ ഫലമായി പിന്നീട് അവൾ ഹെഡ്മൻ ഹുസറലിൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുകയും ചെയ്തു. 26 വയസ്സുള്ളപ്പോൾ അവൾ തൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ഹൈ ഡിസ്റ്റിങ്ഷനോടുകൂടെ പാസ്സായി. ഫെനമെനോളജി പതുക്കെ പതുക്കെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്ക് അവളെ നയിക്കുകയായിരുന്നു. ആ ലക്ഷ്യം മറ്റൊന്നുമല്ല, സത്യം എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള ത്വര. അങ്ങനെ ഒരിക്കൽ അവളുടെ സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നടക്കുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുവാൻ ഇടയായി. ഒരു സ്ത്രീ മാർക്കറ്റിൽ നിന്നും ബാസ്ക്കറ്റുമായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്നതാണ് അവൾ കണ്ടത്. അതവളെ ഹഠാത് ആകർഷിച്ചു. താൻ കണ്ടതും മനസ്സിലാക്കിയതുമല്ല ദൈവമെന്നും മതമെന്നും അവൾക്ക് ആ ഒരു സ്ത്രീയിൽ നിന്നും മനസ്സിലായി. അതവളുടെ കത്തോലിക്ക വിശ്വാസത്തിലേക്കുള്ള യാത്രയുടെ ആദ്യ ഭാഗമായിരുന്നു. 2ാമത്തെ ഭാഗം അവളുടെ ജീവിതത്തിലുണ്ടായത് അവളുടെ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ വീട്ടിൽ ചെന്നപ്പോഴായിരുന്നു. തൻ്റെ കൂട്ടുകാരൻ മരിച്ച ദുഃഖവാർത്ത അറിഞ്ഞുകൊണ്ടാണ് അവൾ ആ വീട്ടിലേക്ക് ചെന്നത്. പക്ഷേ ആ സ്ത്രീയുടെ സഹനശക്തി കണ്ട് അവൾ ആവോളം ക്രിസ്ത്യാനിറ്റിയെ പുകഴ്ത്തി. അതുമുതൽ സഹിക്കുന്ന ക്രിസ്തുവിനെ അവൾ ഇഷ്ടപ്പെടുവാൻ തുടങ്ങി. അത് പിന്നീട്
പുതിയ നിയമം വായിക്കുന്നതിനും ഇഗ്നേഷ്യസ് ലയോളയുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളും ജീവിതകഥകളും വായിക്കുന്നതിനും അവൾക്കിടയാക്കി. അങ്ങനെയിരിക്കെ ഒരു വൈകുന്നേരം ലൈബ്രറിയിൽ പുസ്തകങ്ങൾക്കിടയിൽ അവളെ ആകർഷിച്ച ഒരു പുസ്തകം വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ആത്മകഥ. ആ ആത്മകഥ അവൾ ഓരോ പേജും മറിച്ച് വായിച്ചതിന് ശേഷം അവസാനം ഇപ്രകാരം പറഞ്ഞു: ഇതാണ് സത്യം. സത്യം തന്നെയായ ദൈവത്തെ അവൾ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ആത്മകഥയിൽ കണ്ടുമുട്ടി. അങ്ങനെ കത്തോലിക്ക വിശ്വാസത്തിലേക്കുള്ള ഒരു ജനനത്തിന് സംഭവം കുറിക്കുകയായി. കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കാൽവെപ്പ് എടുത്തു വയ്ക്കുകയായി. അതിൻ്റെ ഫലമായി 1922 ജനുവരി 1 കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അവൾ മാമോദിസ സ്വീകരിച്ചു. ആദ്യമായി മാനസാന്തരപ്പെട്ട കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയെപ്പോലും അവൾക്കും ഒരു കന്യാസ്ത്രീയായി തീരണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. പക്ഷേ അവൾക്ക് മാമോദിസ നൽകിയ വൈദികനും മറ്റ് ആധ്യാത്മിക പാലകരും അവളെ അതിൽ നിന്നും മാറ്റി നിർത്തി. കാരണം രണ്ടായിരുന്നു. ഒന്ന്, പുതിയതായി കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവരെല്ലാവരും അവരുടെ തീക്ഷ്ണത കൊണ്ട് പലപ്പോഴും ആഗ്രഹിച്ച കാര്യം ഒരു വൈദികനോ ഒരു കന്യാസ്ത്രീയോ ആകണമെന്നായിരുന്നു. പക്ഷേ അത് പലപ്പോഴും ഒരു പരാജയമായി ചരിത്രം കാണിച്ചു തന്നു. രണ്ടാമതായി, അവളുടെ വിദ്യാഭ്യാസ യോഗ്യത വളരെ വലുതായിരുന്നതുകൊണ്ട് ലോകത്തിന് ക്രൈസ്തവ വിശ്വാസത്തെ പഠനങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുവാൻ ഇവൾ സഹായകമാകുമെന്ന് അവർക്കറിയാമായിരുന്നു. അതിൻ്റെ ഫലമായി തന്നെ അവൾ ഡൊമിനിക്കൻ സ്കൂളിൽ അവൾ പഠിപ്പിക്കുവാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി തന്നെ അവൾ ഡൊമിനിക്കൻ കോളേജിൽ പഠിപ്പിക്കുവാൻ തുടങ്ങി. എന്നാൽ ആ കാലഘട്ടം അധികം നീണ്ടുനിന്നില്ല. 1833 നാസി പട തങ്ങളുടെ അതിക്രമങ്ങൾ അഴിച്ചുവിട്ട സമയത്ത് അവളുടെ ജോലി നഷ്ടപ്പെടുകയുണ്ടായി. ജോലി നഷ്ടപ്പെട്ടതിൻ്റെ നിരാശയിലിരിക്കാതെ അവൾ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ പുൽകുവാൻ, ആ ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ കൊടുക്കുവാൻ തയ്യാറായി. ആ വർഷം തന്നെ കൊളോണിലുള്ള കാർമലിൽ ജോയിൻ ചെയ്തു. അങ്ങനെ അവൾ പുതിയ പേര് സ്വീകരിച്ചു: തെരേസ ബെനഡിക്ത ഓഫ് ദ ക്രോസ്. സന്തോഷകരമായ ആ സന്യാസ ജീവിതം അധികം മുമ്പോട്ട് പോകുന്നതല്ലായിരുന്നു. 1938 നവംബർ 9 നാസിപ്പട തങ്ങളുടെ മുഴുവൻ വല യഹൂദർക്കരെ തിരിഞ്ഞപ്പോൾ അവരിൽ നിന്നും ഒരു സ്വയരക്ഷയ്ക്ക് അതിനേക്കാൾ ഏറെ ദൈവ പദ്ധതി എന്നതുപോലെ വിശുദ്ധ എഡിസ്റ്റൈനും അവളുടെ സഹോദരിയും നെതർലൻഡിലേക്ക് യാത്രയായി. എന്നാൽ അവിടെയും അവൾക്ക് ആശ്വാസം ലഭിച്ചില്ല. മറിച്ച് അവൾ പുൽകുവാൻ ആഗ്രഹിച്ചിരുന്ന കുരിശ് ദൈവം അവൾക്ക് അടുത്തു തന്നെ കൊടുത്തു. 1942 ഓഗസ്റ്റ് 2 ചാപ്പലിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നാസിപ്പട ദേവാലയം വളയുകയും 5 മിനിറ്റിനുള്ളിൽ പുറത്തേക്ക് വരുവാൻ കൽപ്പിക്കുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ കുരിശ് പുൽകുവാനുള്ള സന്തോഷത്തോടുകൂടെ തൻ്റെ സഹോദരിയെയും വിളിച്ചുകൊണ്ട് അവൾ പുറത്തു വന്നു. അപ്പോൾ അവൾ തൻ്റെ സഹോദരിയോട് പറഞ്ഞു: നമ്മുടെ ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. അങ്ങനെ അവൾ കുരിശിനോട് അടുത്തുള്ള യാത്ര തുടങ്ങി. 1942 ഓഗസ്റ്റ് 7 മറ്റ് യൂത ജനത്തോടൊപ്പം എഡിസ്റ്റൈനും അവളുടെ സഹോദരിയും ഓഷ്വീറ്റ്സിലേക്ക് തൻ്റെ അവസാന ശ്വാസവും ജീവിതവും പുൽകുന്നതിന് വേണ്ടി യാത്രയായി. 1942 ഓഗസ്റ്റ് 9 ഓഷ്വീറ്റ്സിലെ ഒരു ഗ്യാസ് ചേംബറിൽ വെച്ച് ക്രിസ്തു സഹിച്ച ആ വേദനകളോട് തൻ്റെ ജീവിതവും ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് ജീവൻ പകർന്നുകൊണ്ട് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് അവൾ ക്രിസ്തുനാഥൻ്റെ അടുത്തേക്ക് യാത്രയായി. 1987 മെയ് 1 ജോൺ പോൾ II മാർപ്പാപ്പ അവളെ വാഴ്ത്തപ്പെട്ടവളായും പിന്നീട് ഏകദേശം 11 വർഷങ്ങൾക്ക് ശേഷം 1998 ഒക്ടോബർ 11 വിശുദ്ധയുമായി അവളെ പ്രഖ്യാപിച്ചു. ക്രിസ്തുവിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ചും ക്രിസ്തു വഹിച്ച കുരിശിനെക്കുറിച്ചും ആഴമായി പഠിച്ച് ഗ്രഹിച്ച അവളുടെ വാക്കുകൾ
ഇന്ന് സഭ നമ്മളെ ഓരോരുത്തരെയും നോക്കി ആ വഴിയെ നടക്കുവാൻ അരുൾ ചെയ്യുകയാണ്. വേദപാരംഗത എന്ന നിലയിലേക്ക് ഉയർത്തുവാൻ സഭ അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കുരിശിനെ സ്നേഹിച്ച, ക്രിസ്തുവിനെ സ്നേഹിച്ച, കുരിശിനെ പുൽകുവാൻ ആഗ്രഹിച്ച ഈ വിശുദ്ധയെപ്പോലെ, വിശുദ്ധ എഡിസ്റ്റൈനെ പോലെ നമുക്കും ക്രിസ്തുവിനെ സ്നേഹിക്കാം, ക്രിസ്തുവിൻ്റെ കുരിശിനെ പുൽകാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.